ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് ദ വാംത്ത് ഓഫ് ലവ് ആണ്. എന്താണ്? ഊഷ്മളമായ സ്നേഹം എന്നാണ് അതിൻ്റെ മീനിങ്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. എന്താണ്? ലോകമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്ഥലമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ദ കിസ്സിങ് ഹാൻഡ് എന്നാണ്. കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുംബനം ഉള്ള കൈ അല്ലെങ്കിൽ ഉമ്മയുള്ള കൈ, അതാണ് കിസ്സിങ് ഹാൻഡ്. ആരാ എഴുതിയത്? എഴുതിയ റൈറ്ററിൻ്റെ പേര് ഓഡ്രി പെൻ എന്നാണ്. ആദ്യം നമുക്ക് ഓഥറിനെ പറ്റി നോക്കാം. എബൌട്ട് ദ ഓഥർ. Audrey Penn is an American writer of stories for children. She is best known for The Kissing Hand, a picture book featuring raccoons with human qualities. എന്താണ്? ഓഡ്രി പെൻ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. ഓഡ്രി പെൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ റൈറ്ററാണ്. കുട്ടികൾക്ക് വേണ്ടി സ്റ്റോറി എഴുതുന്ന ഒരു കഥാകൃത്താണ് ആരെന്ന് പറയുന്നത്? ഓഡ്രി പെൻ എന്ന് പറയുന്നത്. ഷീ ഈസ് ദ ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്. കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്ന അവരുടെ വർക്കിൽ അവർ വളരെ പ്രശസ്തയാണ്. എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റാക്കൂൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. ആ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്ന ബുക്ക് എന്ന് പറയുന്നത് ഒരു പിക്ചർ ബുക്കാണ്. പിക്ചറും പിന്നെ സ്റ്റോറിയും ചേർന്നൊരു പിക്ചർ ബുക്കാണ്. അപ്പം അതിലെ ഒരു കുഞ്ഞു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. Chester Rackham stood at the edge of the forest and cried, "I don't want to go to school." He told his mother, "I want to stay home with you. I want to play with my friends. I want to play with my toys. I want to read my books. I want to sing on my swing. Please may I stay home with you." Miss Rackham took Chester by the hand and nuzzled his ear. എന്താണ്? Chester Rackham stood at the edge of the forest and cried. ചെസ്റ്റർ റേക്കൺ എന്ന് പറയുന്ന കുട്ടി എവിടെ നിൽക്കുകയാണ്? സ്റ്റുഡ് അറ്റ് ദ എഡ്ജസ് ഓഫ് ദ ഫോറസ്റ്റ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ അറ്റം. കാടിൻ്റെ അറ്റത്ത് നിന്ന് എന്ത് ചെയ്യാണ്? കരയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താ പറയുന്നത് അവൻ? എനിക്ക് സ്കൂളിൽ പോകണ്ട. ഹി ടോൾഡ് ഹിസ് മദർ. അവൻ ആരോടാ പറയുന്നത്? അവൻ്റെ അമ്മയോടാണ് പറയുന്നത്. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് അമ്മയുടെ കൂടെ എവിടെ നിൽക്കണം? വീട്ടിൽ നിൽക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊത്ത് കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ ബുക്കുകൾ വായിക്കണം. ഐ വാണ്ട് ടു സിങ് ഓൺ മൈ സ്വിങ്. സിങ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഊഞ്ഞാലാണ് കേട്ടോ. അപ്പം ഐ വാണ്ട് ടു സിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എൻ്റെ ഊഞ്ഞാലിൽ എന്താടണം? ഊഞ്ഞാലാടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. അമ്മേ പ്ലീസ് എന്നെ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കൂ എന്ന് പറയുകയാണ്. മിസ് റേക്കൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. എന്താണ്? മിസ് റേക്കൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. എന്ത് ചെയ്യാണ്? റേക്കൺ എന്താണ്? കൈ കൊണ്ട് മൂക്കിട്ട് ഉരയ്ക്കുന്നതിനാണ് പറയുന്നത്. കരഞ്ഞുകൊണ്ട് നമ്മൾ മൂക്കിട്ട് ഉരയ്ക്കത്തില്ലേ? അത് അങ്ങനെ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ്. Sometimes we all have to do things we don't want to do, she told him gently, even if they seem strange and scary at first. But you will love school once you start. You will make new friends and play with new toys. You can read new books and swing on new swings. Besides, she added, I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. Chester wiped away his tears and looked interested. A secret? What kind of secret? A very old secret, said Miss Rackham. I learned it from my mother and she learned it from her mother. It's called the kissing hand. The kissing hand asked Chester, What's that? I will show you. അപ്പം പറയുന്നത് എന്തുവാ? സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. അമ്മ പറയണം എന്താണ്? ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ചെയ്യേണ്ടി വരും. ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. എങ്ങനെയാണ് പറയുന്നത്? വളരെ സൗമ്യമായിട്ട്. ജെന്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായി ശാന്തമായിട്ട് അമ്മ പറയാണ്. എവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കെയറി അറ്റ് ഫസ്റ്റ്. ആദ്യം അത് നമുക്ക് എന്തായിട്ട് തോന്നും? സ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ വിചിത്രമായി,
സ്കേറി എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്നതായി. ആദ്യം നമുക്കത് വിചിത്രമായും അതുപോലെ പേടിയുള്ളതായിട്ടും ഒക്കെ തോന്നും. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷേ നീ ഒരിക്കലെങ്കിലും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീ അതിനെ സ്നേഹിക്കും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും, അവരുമായിട്ട് പുതിയ ടോയ്സ് വെച്ച് നിനക്ക് കളിക്കാനും കഴിയും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. നിനക്ക് പുതിയ ബുക്കുകൾ കിട്ടും വായിക്കാൻ, അതുപോലെ നിനക്ക് പുതിയ ഊഞ്ഞാലാടുകയും ചെയ്യാം. Besides, she added, I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. എന്താണ് ബിസൈഡ്സ്? അതുകൂടാതെ പിന്നെ എന്ത് ചെയ്യാം? ഷീ ആഡഡ്. അമ്മ തുടരുകയാണ്. എന്താ പറയുന്നത്? ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. ഞാനൊരു വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ രഹസ്യം നിനക്ക് പറഞ്ഞു തരാം. എന്താണ്? രാത്രികാലങ്ങളിൽ സ്കൂളിൽ നിനക്ക് ചൂട് പകരുകയും അതുപോലെ സുഖം നൽകുന്നതുമായ ഒരു രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പകൽ സമയത്തുള്ള നിൻ്റെ വീട്ടിലുള്ള സമയത്തെക്കാളും നിനക്ക് ഒരു അത്ഭുതകരമായ രഹസ്യം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എന്താ രഹസ്യം? ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റ്. അപ്പം രഹസ്യം എന്നൊക്കെ കേട്ടപ്പോൾ എന്താണ്? നമ്മുടെ ചെസ്റ്ററിന് ആകാംക്ഷയല്ലേ? അപ്പം ചെസ്റ്റർ എന്ത് ചെയ്യാണ്? വൈപ്ഡ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക. അവൻ്റെ ടിയേഴ്സ് കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് അവൻ താല്പര്യത്തോടു കൂടി നോക്കുകയാണ് അമ്മയെ. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്താ രഹസ്യം? എന്ത് തരത്തിലുള്ള രഹസ്യമാണ് അത് എന്ന് ചോദിക്കുകയാണ്. എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ് റേക്കൺ. അമ്മ പറഞ്ഞു, എന്താണ്? ഒരു പഴയ രഹസ്യമാണത്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഞാനത് എവിടെ നിന്നാണ് പഠിച്ചത്? എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. റേക്കൻ്റെ അമ്മ എവിടെ നിന്നാണ് പഠിച്ചത്? അവരുടെയും അമ്മയുടെ കയ്യിൽ നിന്നാണ് അത് പഠിച്ചത്. ഇറ്റ്സ് കാൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അതിനെ എന്തെന്ന് പറയുന്നത്? ചുംബനം ഉള്ള കൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉമ്മ ഉള്ള കൈ എന്ന് പറയുന്നത്. ദ കിസ്സിങ് ഹാൻഡ്, ഉമ്മയുള്ള കയ്യോ? ആസ്ക്ഡ് ചെസ്റ്റർ. അവന് പിന്നെ അത്ഭുതമായല്ലേ? അവൻ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദാറ്റ്? എന്താ അത്? അപ്പം അമ്മ എന്ത് പറഞ്ഞു? ഐ വിൽ ഷോ യു. ഞാൻ നിനക്കത് കാണിച്ചു തരാം എന്ന് അമ്മ പറയുകയാണ്. Miss Raycon took Chester's left hand and spread his tiny fingers into a fan. Leaning forward, she kissed Chester right in the middle of his palm. Chester felt his mother's kiss rush from his hand, up his arm and into his heart. Even his silky black mask tingled with a special warmth. എന്താണ് നോക്കിക്കേ? മിസ് റേക്കൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചിട്ട് എന്ത് ചെയ്തു? സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ അത് തുറന്നു പിടിച്ചു. എങ്ങനെയുള്ള ഫിംഗേഴ്സാണ്? അവൻ്റെ ടൈനി എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു വിരലുകൾ ഒരു ഫാൻ പോലെ, അല്ലെങ്കിൽ കൈപ്പത്തി വിടർത്തി വെച്ചു എന്നാണ്. കൈപ്പത്തി പിടിച്ച് വിടർത്തിയിട്ട് എന്ത് ചെയ്തു? ലീനിങ് ഫോർവേഡ്, മുന്നോട്ട്. ലീനിങ് എന്ന് പറഞ്ഞാൽ ചായുക, മുന്നോട്ട് ചായഞ്ഞ് എന്ത് ചെയ്യാണ്? ഷീ കിസ്ഡ് ചെസ്റ്റേഴ്സ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അവൻ്റെ കൈയുടെ നടുക്കായിട്ട്, കൈപ്പത്തിയുടെ നടുവിലായിട്ട് ആര് ഉമ്മ കൊടുക്കുകയാണ്? അമ്മ ഉമ്മ കൊടുക്കുകയാണ്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. ചെസ്റ്റർ എന്ത് ചെയ്തു? ചെസ്റ്ററിന് തോന്നി. എന്താ തോന്നിയത്? ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. അമ്മയുടെ ആ ഉമ്മകൾ എവിടെ? കയ്യിൽ നിന്ന് എങ്ങോട്ട് പായുകയാണ്? റഷ് എന്ന് പറഞ്ഞാൽ പായുക. എങ്ങോട്ടാണ് പായുന്നത്? അപ്പ് ഹിസ് ഹാം, അവൻ്റെ കൈ വഴി. ഇൻ ടു ഹിസ് ഹേർട്ട്, അവൻ്റെ ഹൃദയത്തിലേക്ക് പോകുന്നതായിട്ട് അവന് ഫീൽ ചെയ്തു. എവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അവൻ്റെ സിൽക്കി പട്ടുപോലുള്ള ആ രോമം നിറഞ്ഞ മുഖമുണ്ടല്ലോ, അതൊരു ബ്ലാക്ക് മാസ്ക് പോലെ തോന്നുന്നത്. ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. ടിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ഇക്ലിപ്പെടുത്തുക. അവൻ്റെ മുഖത്ത് ആ രോമങ്ങൾ ഇക്ലിപ്പെടുത്തുന്നത് പോലെ, സ്പെഷ്യൽ വാംത്ത്, ഊഷ്മളമായ ഒരു ചൂടുള്ള ഇക്ലിപ്പെടുത്തുന്നത് പോലെ എന്താണ് അവന് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ അവന് തോന്നി. Miss Raycon smiled. Now she told Chester, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mummy loves you, Mummy loves you. And that very kiss will jump to your face and fill you with toasty, warm thoughts. She took Chester's hand and carefully wrapped his fingers around the kiss. എന്താ? മിസ് റേക്കൺ സ്മൈൽഡ്. മിസ് റേക്കൺ ചിരിച്ചുകൊണ്ട്.
പറയാണ്. നൗ ഇപ്പോൾ ഷീ ടോൾഡ് ചെസ്റ്റർ. ആരോടാ പറയുന്നത്? ചെസ്റ്ററിനോട് പറയാണ്. വെനെവർ യു ഫീൽ ലോൺലി, നിനക്ക് എപ്പോഴെങ്കിലും നീ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാൽ, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, നിനക്ക് വീട്ടിൽ നിന്നുള്ള സ്നേഹം വേണം എന്ന് തോന്നിയാൽ, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. എന്ത് ചെയ്യണം? നീ ജസ്റ്റ് നിന്റെ കൈ എവിടെ പ്രസ് ചെയ്യണം? നിന്റെ കവിളിൽ പ്രസ് ചെയ്തിട്ട് ചിന്തിക്കണം. മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു, അമ്മ നിന്നെ സ്നേഹിക്കുന്നു, അമ്മ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ ചിന്തിക്കണം. അല്ലെങ്കിൽ ആ മുഖം എന്ത് ചെയ്യും? കൈ മുഖത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അമ്മയുടെ സ്നേഹം ആർക്ക് കിട്ടും? നമ്മുടെ ചെസ്റ്ററിന് കിട്ടും. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസി വാം തോസ്. ആ കിസ് എന്ത് ചെയ്യും? നിൻ്റെ കവിളിലേക്ക് അല്ലെങ്കിൽ നിൻ്റെ മുഖത്തേക്ക് പാസ് ചെയ്തിട്ട് നിൻ്റെ സുഖമുള്ള ഒരു ചൂടുള്ള ഓർമ്മയായിട്ട് നിൻ്റെ മനസ്സിലേക്ക് അതെന്ത് ചെയ്യും? വരും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവൻ്റെ കൈ റാപ്പിഡ് എന്ന് പറഞ്ഞാൽ പൊതിയുക, കെയർഫുള്ളായിട്ട് ശ്രദ്ധാപൂർവം പൊതിഞ്ഞ് എറൗണ്ട് ദ കിസ്, ആ കിസ്സിനെ എന്ന് പറഞ്ഞാൽ കൈ ചുരുട്ടി പിടിക്കാനായിട്ട് പറയാണ്. ആ കിസ് എന്ത് ചെയ്യുക? പൊതിഞ്ഞ് വെക്കുകയാണ്. Now be careful not to lose it, she teased him, but don't worry, when you open your hand to wash after having food, I promise the kiss will stick. Chester loved his kissing hand. Now he knew his mother's love would go with him wherever he went. Even to the school that night, Chester stood in front of his school and looked thoughtful. നൗ ബി കെയർഫുൾ നോട്ട് ടു ലോസ് ഇറ്റ്. നീ ശ്രദ്ധിക്കണം. എന്താണ് ഇത്? നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ നീ ശ്രദ്ധിക്കണം. ഷീ ടീസ്ഡ് ഹിം. അവൾ അവനോട് പറയാണ്. ബട്ട് ഡോണ്ട് വറി, പക്ഷേ നീ എന്താണ്? വിഷമിക്കേണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. എന്താണ്? നീ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകുമ്പോൾ എന്ത് ചെയ്യില്ല? ആ കിസ് എവിടേക്ക്? അവിടെ കയ്യിൽ തന്നെ ഒട്ടിയിരുന്നോളും. വാഷ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യില്ല? പോകില്ല എന്ന് പറയാണ്. ചെസ്റ്റർ ലൗഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്ററിന് എന്ത്? ആ ചുംബനമുള്ള കൈ ഇഷ്ടമായി. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്. അമ്മ അവൻ്റെ കൂടെ ഉള്ളതുപോലെ എന്ത് അവന് തോന്നുകയാണ്? അവൻ ടു ദ സ്കൂളിലേക്ക് പോകും. ദാറ്റ് നൈറ്റ് ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. ആ ദിവസം രാത്രി അവൻ അവിടെ നിന്ന് അമ്മ കൂടെ ഉള്ളതായിട്ട് ചിന്തിക്കുകയാണ്. സഡൻലി ഹി ടേൺഡ് ടു ഹിസ് മദർ ആൻഡ് ഗ്രിംഡ്. പെട്ടെന്ന് തന്നെ അവൻ തിരിഞ്ഞ് അമ്മയെ എന്ത് ചെയ്തു? ഗ്രിന്നഡ് എന്ന് പറഞ്ഞാൽ പല്ല് കാട്ടി ചിരിച്ചു. ഗീവ് മീ യുവർ ഹാൻഡ് എന്നിട്ട് പറയാണ്. അമ്മയുടെ കൈ കാണിക്കൂ. ഹി ടോൾഡ് ഹെർ. അമ്മയോട് പറഞ്ഞു. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. എന്നിട്ട് എന്ത് ചെയ്തു? അമ്മയുടെ കൈ പിടിച്ച്, അൺഫോൾഡഡ് എന്ന് പറഞ്ഞാൽ കൈ നിവർത്തി, ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ്, ആ അമ്മയുടെ വലിയ പരിചയമുള്ള വിരലുകൾ ഫാൻ പോലെ വിടർത്തി. നെക്സ്റ്റ് ഹി ലീൻ ഫോർവേഡ് ആൻഡ് കിസ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. അതിനുശേഷം മുന്നോട്ടാഞ്ഞ് എന്ത് ചെയ്തു? അമ്മയുടെ കൈയുടെ പത്തിയുടെ നടുക്ക് എന്ത് ചെയ്തു? ഉമ്മ കൊടുത്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പോൾ അമ്മയ്ക്കും എന്തുണ്ട്? ഒരു ചുംബനമുള്ള ഒരു കൈ ഉണ്ട് എന്ന് പറയാണ്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെന്റിൽ ഗുഡ് ബൈ. എന്നിട്ട് ഒരു സൗമ്യമായ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ആര് പോവുകയാണ്? ചെസ്റ്റർ പോവുകയാണ്. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺ ആൻഡ് ഡാൻസ്ഡ് അവേ. ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെസ്റ്റർ തിരിഞ്ഞ് ഡാൻസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. മിസ് റേക്കൻ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻറ്റർ ദ സ്കൂൾ. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ school year rang, she pressed her left hand to her cheek and smiled. The warmth of Chester's kiss filled her heart with special words. Chester loves you, it sang. Chester loves you. Miss Rackham watched Chester scamper across a tree limb and enter the school. Miss Rackham എന്ത് ചെയ്തു? ചെസ്റ്റർ പോകുന്നത് നോക്കി നിന്നു.
എക്രോസ് എ ട്രീ ലിംബ്, ഒരു മരത്തിൻ്റെ പുറകിൽ നിന്നാണ് നോക്കുന്നത്. ആൻഡ് എൻ്റർ ദി സ്കൂൾ, എന്താണ് സ്കൂളിലേക്ക് എൻ്റർ ചെയ്തത് നോക്കി നിൽക്കുകയാണ്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്, സ്കൂളിലെ ആദ്യത്തെ വർഷത്തെ ആദ്യത്തെ ബെല്ലടിക്കുന്ന സമയം, ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്, അവൾ അവളുടെ ലെഫ്റ്റ് ഹാൻഡ് കവളോട് ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ചിരിക്കുകയാണ്. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹേർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്, ആ മകൻ്റെ ചുംബനം കിട്ടിയ ആ കൈ കവിളിനോട് ചേർത്ത് വെച്ചപ്പോൾ അവൾക്ക് എന്താണ്, ഒരു ഊഷ്മളമായ എന്തോ ഒരു കാര്യം അവളുടെ ഹൃദയത്തിലേക്ക് പോകുന്നത് പോലെ അവൾക്ക് എന്ത് ചെയ്തു, ഫീൽ ചെയ്തു. വിത്ത് സ്പെഷ്യൽ വേർഡ്സ്, അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ എന്ത് പറഞ്ഞ് പ്രകടിപ്പിക്കണമെന്ന് അവൾക്കറിയില്ല. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ് ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ എന്നെ സ്നേഹിക്കുന്നു, ചെസ്റ്റർ എന്നെ സ്നേഹിക്കുന്നു എന്നവൾ പാടുന്നത് പോലെ പറയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.